ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൃശ്യം 3 ഇന്ന് 2 വാരം, അതായത് 14 ദിവസം പിന്നിടുകയാണ്. മോഹൻലാൽ നായകനെ ജിത്തു ജോസഫ് തിരക്കഥ സംവിധാനം ചെയ്ത് മെയ് 21 തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമ 13-ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 1,42 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ ഇന്നലെ വരെ 79,85 രൂപയാണ് ഈ സിനിമ കേരള കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത്. 14-ാം ദിവസം ബുധനാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ 1,25 റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 14 ദിവസം കൊണ്ട് കേരളത്തിൽ ഈ സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത് 81 കോടിക്ക് മുകളിലാണ്. സിനിമയുടെ 14 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 226 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. നവാഗതനായ സുഭാഷ് കെ രാജ് സംവിധാനം ചെയ്ത് മെയ് 22 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് ബ്ലാസ്റ്റ്. അർജുൻ, അഭിരാമി, പ്രീതി മുകുന്ദൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ഇന്ന് ബുധനാഴ്ചയുടെ 1 വാരമാണ് പിന്നിടുന്നത്. ചിത്രം 6-ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 1,36 രൂപയാണ്. അങ്ങനെ 6 ദിവസം കൊണ്ട് കേരളത്തിൽ 5,46 രൂപയാണ് സിനിമ സ്വന്തമാക്കിയത്. തമിഴ്നാട് കളക്ഷനായി 6 ദിവസം കൊണ്ട് 13,29 രൂപയും തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 4,65 കളക്ട് ചെയ്ത ഈ സിനിമ കർണാടകയിൽ നിന്ന് 2,51, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 15 ലക്ഷം എന്നിങ്ങനെ 26,06 രൂപയാണ് ഇന്ത്യൻ ഗ്രോസായി 6 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. വിദേശത്ത് നിന്ന് $7,80,000, അതായത് 7,42 രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള 6 ദിവസം കൊണ്ട് ലോകമെമ്പാടും ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 33,48 ലക്ഷമാണ്. ഇനി 7-ാം ദിവസമായ ബുധനാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 1,20,00,000 റേഞ്ചിലാണ്. അങ്ങനെ 7 ദിവസം കൊണ്ട് കേരളത്തിൽ 6,60,00,000 റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 5 കോടിക്ക് മുകളിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 1 വാരം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി 38 കോടിക്ക് മുകളിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. സൂര്യനായകനായി RJ ബാലാജി സംവിധാനം ചെയ്ത് മെയ് 15 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് വമ്പൻ മുന്നേറ്റം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് കറുപ്പ്. ചിത്രം 19-ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 5 ലക്ഷം രൂപയാണ്. അങ്ങനെ കേരളത്തിൽ 14,14,00,000 രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. തമിഴ്നാട്ടിൽ 1,97,00,000 രൂപയായിരുന്നു ഇന്നലെ ചൊവ്വാഴ്ച ഈ സിനിമ നേടിയെടുത്തത്. അങ്ങനെ 157,77,00,000 രൂപയാണ് 19 ദിവസം കൊണ്ട് തമിഴ്നാട് കളക്ഷനായി സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 19 ദിവസം കൊണ്ട് കർണാടകയിൽ നിന്ന് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 23,81,00,000 രൂപയാണ്. തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 36,34,00,000 രൂപ ഇന്നലെ വരെ സ്വന്തമാക്കിയിട്ടുണ്ട്. ആദ്യ 19 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 235,25,00,000 രൂപയാണ്. വിദേശത്ത് നിന്ന് $8.13 മില്യൺ, അതായത് 77,92,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇന്നലെ വരെ ഈ സിനിമ ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത് 313,17,00,000 രൂപയാണ്. ഇനി 20-ാം ദിവസമായ ബുധനാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് തമിഴ്നാട്ടിൽ പ്രതീക്ഷിക്കുന്നത് 1.5 കോടി റേഞ്ചിലാണ്. വേൾഡ് വൈഡ് കളക്ഷൻ 2-2.5 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 20 ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി 315-316 കോടി റേഞ്ചിലാണ് കറുപ്പ് എത്തിച്ചേർന്നിരിക്കുന്നത്. നാളെ ജൂൺ 4 വ്യാഴാഴ്ച പാൻ ഇന്ത്യൻ റിലീസായി തീരേണ്ടുന്ന തെലുങ്ക് സിനിമയാണ് പെഡ്ഡി. മലയാളം, കന്നഡ, തെലുങ്ക്, തമിഴ്, ഹിന്ദി എന്നിങ്ങനെ 5 ഭാഷകളിലായി തീരേണ്ടുന്ന ഈ സിനിമ ബൂച്ചി ബാബു സനയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. രാം ചരൺ, ശിവരാജ്കുമാർ, ജാൻവി കപൂർ, ജഗപതി ബാബു, ദിവ്യന്തു എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ആർ രത്നവേലു ഛായാഗ്രഹണവും നവീൻ നൂരി എഡിറ്റിംഗ് നിർവഹിക്കുന്നു. സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് AR റഹ്മാനാണ്. അഡ്വാൻസ് ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സിനിമ ഇന്ന് ഉച്ചയോടെ തന്നെ 50 കോടി വേൾഡ് വൈഡ് പ്രീസെയിൽ നേടിയെടുത്തിരുന്നു. ഇന്ന് വൈകിട്ട് 7:28 പുറത്തു വന്ന ഏറ്റവും പുതിയ പ്രീസെയിൽ അപ്ഡേറ്റ് പ്രകാരം വേൾഡ് വൈഡ് പ്രീസെയിലായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 65 കോടി രൂപയാണ്. ഫൈനൽ പ്രീസെയിലായി ഈ സിനിമ 75 കോടിക്ക് മുകളിൽ എത്തിച്ചേരാനുള്ള സാധ്യതയാണ് കാണുന്നത്. നിലവിൽ ഈ സിനിമയുടെ പ്രീമിയർ ഷോ ലോകമെമ്പാടുമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ആദ്യ പകുതിക്ക് എബോ ആവറേജ് ഡീസന്റ് പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുക്കാനായിട്ടുള്ളത്. ജൂൺ 5 വെള്ളിയാഴ്ച തിരഞ്ഞെടുക്കുന്ന മലയാള സിനിമയാണ് മോളിവുഡ് ടൈംസ്. ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച് അഭിനവ് സുന്ദർ നായക സംവിധാനം ചെയ്യുന്ന ഈ സിനിമയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് രാമു സുനിലാണ്. സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ജേക്സ് ബിജോയിയുമാണ്. നസ്ലിൻ, സംഗീത് പ്രതാപ്, ഷറഫുദ്ദീൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്നലെ വൈകിട്ട് 7 മണിക്കാണ് ആരംഭിച്ചത്. ഇന്ന് രാവിലെയോടെ തന്നെ ഈ സിനിമയുടെ പ്രീസെയിൽ 20 ലക്ഷം മറികടന്നിരുന്നു. നിലവിൽ ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ സിനിമയുടെ കേരള പ്രീസെയിൽ 37 ലക്ഷത്തിന് മുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. വേൾഡ് വൈഡ് പ്രീസെയിൽ 55 ലക്ഷത്തിന് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഏപ്രിൽ 30 തീരെടുത്തിയ കന്നഡ സിനിമയാണ് KD ദി ഡെവിൾ. പ്രേം തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ധ്രുവ സർജ, സഞ്ജയ് ദത്ത്, ശില്പ ഷെട്ടി എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ചിത്രത്തിന്റെ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള 34 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കർണാടകയിൽ 30,68,00,000 കളക്ട് ചെയ്ത ഈ സിനിമ തെലുങ്കിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് 1,97,00,000 രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 14 ലക്ഷം ഉൾപ്പെടെ ഇന്ത്യൻ ഗ്രോസായി 32,80,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 24 കോടിക്ക് തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ട ഈ സിനിമയ്ക്ക് ഷെയറായി കിട്ടിയിരിക്കുന്നത് 15,23,00,000 രൂപയാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.